എന്തുകൊണ്ട് എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഈവൻ നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ എന്നാലും നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നോക്കാം. ഇന്ന് ഇന്ത്യയിൽ 5% ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. എന്നിട്ടും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ AUM എന്ന് പറയുന്നത്, ടോട്ടൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 80 ലക്ഷം കോടിയാണ്. 80 കോടിയല്ല, 80 ലക്ഷം കോടി. ഒരു സിമ്പിൾ ലോജിക്ക് പറയാം. ഊണും ഉറക്കവും കളഞ്ഞ് ലോണും എടുത്ത് കടവും വാങ്ങിയായിരിക്കും പല ആളുകളും ഒരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും പല ബിസിനസിന്റെയും റിട്ടേൺ പരിശോധിക്കുമ്പോൾ 10 മുതൽ 15% വരെയാണ്. പലപ്പോഴും അതിന്റെ താഴെയുള്ള റിട്ടേൺ കിട്ടുന്ന ബിസിനസ് സ്ഥാപനങ്ങളുമുണ്ട്. എന്നാൽ 5-10 വർഷത്തെ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ നോക്കുമ്പോൾ 15% മുകളിലാണ്. 20-30 ഒന്നിനുള്ള ഫണ്ടുകളും നിലവിലുണ്ട്. ഏറ്റവും റിസ്ക് കുറഞ്ഞ കംപ്ലീറ്റ്ലി ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാർജ് ക്യാപ് ഫണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. കാനറ റോബേക്കോ ലാർജ് ക്യാപ്പും ICICI പ്രൊഡൻഷ്യൽ ലാർജ് ക്യാപ്പിന്റെ ഒക്കെ 10 വർഷത്തെ 5 വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 15-16%. ഒരു XIRR 15% ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 2015 ഒരു 20,000 റുപ്പീസ് വെച്ച് ഓരോ മാസവും SIP ചെയ്തിരുന്ന ഒരാൾക്ക് ഇന്ന് അക്കൗണ്ടിൽ 55 ലക്ഷം രൂപയോളം ഉണ്ടാവും. ഇനി അത് 2030 വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 1.35 CR ഉണ്ടാകും. അതുകൊണ്ട് വെറുതെ ഉണ്ടാവുന്ന മണിയല്ല, അത് കഷ്ടപ്പെട്ടുണ്ടാകുന്നതാണ് എന്ന ബോധ്യമുള്ളവർ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. അതിനുള്ള ഏറ്റവും ഈസി ടൂൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈവൻ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ പോലും നിങ്ങളുടെ വെൽത്തിന്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റും ഉള്ളത് എപ്പോഴും നല്ലതാണ്. താങ്ക്